പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത്തമെന്ന് പറയുമ്പോൾ അത്തച്ചമയത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അത്തച്ചമയം ഔദ്യോഗികമായി സർക്കാർ, ജനാധിപത്യ സർക്കാർ ഏറ്റെടുത്തത് പിന്നീട് രാജഭരണം അവസാനിച്ചതിനു ശേഷമാണെന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. അന്ന് രാജഭരണകാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അത്തച്ചമയ വേഷഭൂഷാദികളോടുകൂടി കൊച്ചി രാജാവ് അങ്ങനെ തൃപ്പൂണിത്തുറയുടെ കോട്ടയിലൂടെ എഴുന്നള്ളി വരും. അങ്ങനെ എഴുന്നള്ളി വരുന്ന രാജാവ് ഓണത്തിൻ്റെ വരവറിയിക്കും. അതായിരുന്നു പഴയകാലത്തെ ചരിത്രം. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. നഗരം ചുറ്റിയുള്ള ഘോഷയാത്രയിൽ 300-ൽ പരം കലാകാരന്മാർ അണിനിരക്കും. തൃപ്പൂണിത്തുറ നഗരസഭ അത്താഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര 9 മണിക്ക് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ മന്ത്രി P രാജീവ് അത്തപ്പതാക ഉയർത്തും. രാജനഗരിയെ നിറക്കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാക്കുന്നതാകും അത്തം ഘോഷയാത്ര. സുധീശ്വരത്തും ആതിര ജെയിനും അലി അക്ബർ ഷായും തുളസി രാധാകൃഷ്ണനും ലേബി സജീന്ദ്രനും അടക്കമുള്ള ഞങ്ങളുടെ വാർത്താ സംഘം തയ്യാറായി കഴിഞ്ഞു. അത്തച്ചമയത്തിന്റെ തത്സമയ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവർക്കും അത്തദിനാശംസകൾ. സുധി, ആതിര, അലി, തുളസി. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. മനോഹരമായ കാഴ്ചകൾക്ക് മുന്നിലാണ് സുധിയും ആതിരയും നിൽക്കുന്നത്. വർണ്ണാഭമായ കാഴ്ചകൾ ഒരൊറ്റ ഫ്രെയിമിൽ കാണുമ്പോൾ തന്നെ എന്തു ഭംഗിയല്ലേ. അപ്പോൾ സുധി, ഗുഡ് മോർണിംഗ്. ആതിര, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് കാഴ്ചകൾ? ശരിക്കും നമ്മൾ ഫ്ലോറിൽ നിന്ന് പറയുന്നത് പോലെയല്ല, അവിടെ എത്തിയാലേ അത്തത്തിന്റെ വൈബ് ശരിക്കും മനസ്സിലാവൂ അല്ലേ ആതിര, സുധി? അതെ, എന്തായാലും ആ ആഘോഷം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം, ആ ഒരു വൈബ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. പക്ഷെ നമ്മൾ അതേപടി ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുക്കാനും തയ്യാറായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ ഞാനും ആതിര ജെയിനും നമ്മുടെ കൂത്തമ്പലത്തിന്റെ അവിടെ നിന്നാണ് തുടങ്ങിയത്. നമുക്കറിയാം, നഗരം ചുറ്റിയാണ് അത്തച്ചമയത്തിന്റെ ആഘോഷം നടക്കുന്നത്, ഘോഷയാത്ര നടക്കുന്നത്. ഞങ്ങളൊന്ന് ചെറുതായിട്ട് നഗരം ചുറ്റിയാണ് ഇപ്പോൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിരുന്നു പ്രേക്ഷകർക്ക് ഈ അത്തച്ചമയ ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്, ചമയങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ വർണ്ണാഭമായിട്ടുള്ള ഒരുക്കങ്ങൾ കാണിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ ഇനി വരാൻ പോകുന്നത് എന്നുള്ളത്. അങ്ങനെ തയ്യാറായിട്ട് തന്നെയാണ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അരുൺകുമാർ, മലയാളിയുടെ ഓണം മൂഡ് തുടങ്ങിക്കഴിഞ്ഞു, ഓണം വൈബ് തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് അതിന് സാക്ഷി. കാരണം ഓണത്തിന്റെ ആ ഒരു വൈബിലേക്ക് കടക്കുകയാണ്. കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ തൃപ്പൂണിത്തുറ മുഴുവൻ അത്തച്ചമയ ഘോഷയാത്രയോട് കൂടി തന്നെ അത്തച്ചമയം നിറഞ്ഞ് ആ മനോഹരമായ ഒരു ഓണാഘോഷത്തിലേക്ക് കടക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാകും എല്ലാവരുടെ ആ ഒരു ഓണം മൂഡ് തുടങ്ങി, ഓണാഘോഷം തുടങ്ങി. ഇനി അങ്ങോട്ട് മലയാളിക്ക് പൊന്നോണക്കാലമാണ്, ഓണത്തിന്റെ വൈബാണ്, ഓണത്തിന്റെ കാലമാണ്. അത്തമായി പൂക്കളമിട്ടു. അത്തച്ചമയ ഘോഷയാത്രയോടെ തന്നെ നമ്മൾ ഔദ്യോഗികമായിട്ട് ഓണാഘോഷത്തിന് തുടക്കമിടുകയാണ്. അതെ അതെ, ഇവിടെ ഞങ്ങൾ കാണിച്ചു തന്നു ആദ്യം തന്നെ നല്ല വർണ്ണാഭമായിട്ടുള്ള കാവടി കാണിച്ചു തന്നു. പക്ഷെ കാവടിക്ക് അപ്പുറം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് പുലിക്കളിയാണ്. പുലിക്കളി ടീം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സംഘം ഇപ്പോൾ അവർ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ചായങ്ങളൊക്കെ എല്ലാവരും അതിന്റെ തയ്യാറെടുപ്പിലാണ്. സമയത്തിനകം എല്ലാവരുടെയും മുമ്പിൽ ആ ഒരു പ്രകടനം ഇങ്ങോട്ട് വരാൻ പോവുകയാണ് അല്ലേ? എവിടെ നിന്നുള്ള ടീമാണ്? തൃശ്ശൂർ. എത്ര വർഷമായി നിങ്ങൾ വരാൻ തുടങ്ങിയിട്ട്? കുറെ കൊല്ലങ്ങളായി. ഇപ്പൊ ഇട്ടിട്ടേ ഉള്ളൂ. ആ ചായം ഉണങ്ങി തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് കളിക്കാൻ പറ്റില്ല എന്ന് നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു. നിങ്ങൾ ചോദിച്ചിരുന്നു ഒന്ന് നമുക്ക് ഒരു ചുവട് വെക്കാൻ പറ്റുമോ എന്നുള്ള. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ചുവട് വെക്കാൻ തയ്യാറായിട്ട് ഒരാള് നിങ്ങളെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരാളുണ്ട്, ഒരാളെ വിളിക്കാം. ചേട്ടാ, ഞാൻ 29 വർഷമായിട്ട് പുലിക്കളിയിലുണ്ട്. എൻ്റെ പേര് രഘുനാഥ്. ഞാൻ 500ഓളം വേഷങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഡൽഹിയും പഞ്ചാബ് ഒഴികെ എല്ലാ സ്റ്റേറ്റിലും പുലിക്കളിയായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ചേട്ടനൊരു പുലിയാണ്. ചേട്ടൻ ചുവട് വെക്കാൻ തയ്യാറാണല്ലോ അല്ലേ? ഇപ്പം ഒരു 2 ചുവട് റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് ഇതൊരു തുടക്കമാണ്, ഇതൊരു സൂചനയാണ്, ഇതൊരു ട്രയലാണല്ലേ. നമ്മളിനി അങ്ങോട്ട് കാണാൻ പോകുന്നത് ഗംഭീര അത്തം മുതലാണ് ഞങ്ങളുടെ കളി തുടങ്ങുന്നത്. അത്തത്തിന് സ്റ്റാർട്ട് ചെയ്ത് 4 ഓണത്തിന് കഴിഞ്ഞ തവണ ഫസ്റ്റ് കിട്ടിയ ടീമാണ് ഈ ഒരു യുവജന സംഘം. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ അത്തത്തിന് തന്നെയാണ്, ഇവിടെ തന്നെയാണ് സ്റ്റാർട്ടിങ്. ഈ തവണ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ടിങ്. ഇനി 15 ദിവസം ഞങ്ങൾക്ക് കളി തന്നെയാണ്, കളി തന്നെയാണ്. അതായത് മലയാളി ഓണാഘോഷത്തിന് തുടക്കമാണ്. ഇനി അങ്ങോട്ട് കിടക്കുകയാണ്. നമുക്ക് തുടക്കം മാത്രമാണ്, പുലിക്കളി മാത്രമല്ല പല കലാരൂപങ്ങളും നമുക്കിവിടെ കാണാനുണ്ട്. അതായത് നാടൻ മാത്രമല്ല, മോഡേണും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പരിചിതമായിട്ടുള്ള പല കഥാപാത്രങ്ങളുണ്ട്. അത് കാണിച്ചു തരാൻ നമ്മുടെ അപ്പുറത്ത് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും വിയൂർ യുവജന സംഘം പുലിക്കളി ടീമിന്റെ ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു. പുലിച്ചേട്ടനും നമ്മുടെയും ഓണാശംസകൾ. താങ്ക് യു.